കണ്ട ഞങ്ങൾക്ക് വീട് ജേക്കപ്പ് പൂട്ടിയിട്ടിട്ട് ഞങ്ങൾ 2-3 ദിവസമായി റോട്ടിൽ തന്നെ കിടക്കണം. കണ്ട ഇതിപ്പോൾ ഒരു സ്കൂളിൻ്റെ ഗേറ്റാണ്, അതിൻ്റെ മുന്നിലാണ് കിടക്കണം. സ്കൂളാണിത്, അതിൻ്റെ ഫ്രണ്ടിലാണ് കിടക്കണം. ഞാനും വൈഫും ഉണ്ട്. കണ്ട അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്തുമാത്രം ദുഷ്ടത്തരമാണ് ഞങ്ങളോട് ഹൗസ് ഓണർ ചെയ്യണമെന്ന്. നിസ്സാര കാര്യത്തിനൊരു ചന്ദനത്തിരി കത്തിച്ചതിന് ഇത്രയും ക്രൂരമായിട്ടുള്ള, അതും അയാളൊരു പാസ്റ്ററും കൂടിയാണ്, ഒരു ദൈവത്തിനെ വിളിക്കണ ഒരു പാസ്റ്ററാണ്. അയാൾ ചെയ്യുന്ന ക്രൂരതയാണ് ഞാനും എൻ്റെ വൈഫും കണ്ട റോട്ടിൽ, നടു റോട്ടിൽ. ഇതൊക്കെ മെയിൻ റോഡാണ്. കണ്ട ഈ മെയിൻ റോഡിൻ്റെ ഇവിടെ ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റും വെട്ടത്ത്, പിന്നെ ഇവിടെ ക്യാമറയുണ്ട്, ലൈറ്റും ഉണ്ട്. അത് കാരണം ഞങ്ങൾ കിടക്കണത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, വാടക അഡ്വാൻസ് പൈസ കൊടുത്തിട്ടും വാടക 2 മാസത്തെ കൊടുത്തിട്ടും ഒരു ചന്ദനത്തിരി എന്ന് പറയുന്ന സംഭവം കത്തിച്ചതിന് എമർസൺ ജേക്കബ്, അവൻ്റെ ഭാര്യ എന്താണ് ഭാര്യയുടെ പേര്, ലൈസമ്മ അത് തന്നെ. കോട്ടയം തലയോലപ്പറമ്പ് കാർത്തിയാനി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് വീട്. അയാൾ ജീസസ് ലവ് മിറാക്കിൾ എന്ന് പറഞ്ഞൊരു ബെന്തക്കോസ്റ്റ് അയാളുടെ വീടിൻ്റെ മേളിൽ തന്നെ ചെയ്യുന്നുണ്ട്. അവിടെ കൈകൊട്ടും പാട്ടുമാണ് ഞായറാഴ്ച. എന്നിട്ട് പോലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഭാര്യ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും, പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഒരു ചന്ദനത്തിരി കത്തിച്ച് പുറത്ത് വെച്ചതിന് അവൻ നാട്ടുകാരെ കൂട്ടി എല്ലാവരെയും കൂട്ടി ഭീഷണിപ്പെടുത്തി, ഞങ്ങളുടെ പണവും തട്ടി. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിച്ച വീട്ടു സാധനങ്ങളെല്ലാം അവൻ അടച്ചു പൂട്ടി വെച്ച് വേറൊരു സെക്കൻഡ് താഴിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഭയങ്കര അക്രമമാണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ആരും ഇല്ലല്ലോ, ഞങ്ങൾ 2 പേരല്ലോ. നമുക്ക് ഈശ്വരനോടല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ പറയണേണ്, ഈ പെന്തക്കോസ്റ്റ് മിഷനിൽ ഇങ്ങനത്തെ ക്രൂരമായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെതിരെ, ജേക്കബ് എമർസനെതിരെയും അവൻ്റെ ഭാര്യ ലൈസമ്മക്ക് എതിരെയും ആക്ഷൻ എടുക്കണമെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പറയുകയാണ്. കാരണം ഞങ്ങൾ കണ്ട പെരുവഴിയിൽ ഞങ്ങളെപ്പോലത്തെ അവസ്ഥ ഇനി മറ്റൊരാൾക്കും ഉണ്ടാകരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. വാടക കാശും കൊടുത്ത് അഡ്വാൻസും കൊടുത്തിട്ട് ഒരു ചന്ദനത്തിരി കത്തിച്ചെന്നും പറഞ്ഞ് ഞങ്ങളവൻ പെരുവഴിയിലാക്കിയിട്ടേക്കണം. പെരുവഴിയിൽ കണ്ടില്ലേ, പെരുവഴിയിലാണ് ഞങ്ങൾ കിടക്കുന്നത്, ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിൽ. ഞങ്ങളുടെ അവസ്ഥ കണ്ട. അപ്പോൾ ഇത് മറ്റൊരാൾക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. ഞങ്ങൾക്ക് ഓണമൊന്നും ഉണ്ടായില്ല, ഞങ്ങൾ റോട്ടിലാണ്. പിന്നെ ഭക്ഷണം ഇപ്പോഴാണ് കഴിച്ചത് ഹോട്ടലിൽ നിന്ന്. ഇവിടെ ഹോട്ടലൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു ഹോട്ടലിൽ പറഞ്ഞപ്പോൾ ഫുഡ് കഴിച്ച് ഒന്ന് കിടക്കണേണ്. ഇനി അങ്ങോട്ട് എന്താവുമെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ മരണം വരെ പൊരുതും, അത് ഉറപ്പാണ്.